ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സിംഗ് ഗീതം എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കുള്ളിൽ ഒരു സ്ത്രീ തങ്ങളുടെ ജീവൻ വെടിയുന്നതായും കാണിക്കുന്നുണ്ട്. ശേഷം കട്ട് ചെയ്താൽ കഥ പ്രസന്റിലേക്ക് വരുന്നു. പ്രതാപ് എന്നാണ് ഈ സിനിമയിലെ ഹീറോയുടെ പേര്. അവനിപ്പോൾ ഒരു ജയിലിലാണുള്ളത്. അങ്ങനെ അവന്റെ ജയിൽവാസം കഴിഞ്ഞതുകൊണ്ടാവണം അവനെയും കഴുത്തിന് പിടിച്ചപ്പോൾ ജയിലിൽ നിന്ന് പുറത്താക്കുന്നു. അവൻ പുറത്തു വന്ന ഉടനെ അവിടെ വാതിൽക്കൽ തന്നെ ഒരു വക്കീൽ നിൽക്കുന്നുണ്ട്. നേരെ ഹീറോയുടെ അടുത്ത് വന്ന് ഒരു പെട്ടി കൊടുക്കുന്നു. ഇത് എന്ത് പെട്ടിയാണെന്ന് പോലും ചോദിക്കാതെ നമ്മുടെ ഹീറോ ആ പെട്ടി എടുത്ത് ഒരു ലോറിക്കുള്ളിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോഴാണ് വക്കീൽ പറയുന്നത്, ആ പെട്ടിയിൽ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ എഴുതി വെച്ച ചില ആധാരങ്ങളെല്ലാം ഉണ്ടെന്ന്. അതിൽ നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. ഇപ്പോൾ എങ്ങനെയൊക്കെയോ ആ ലോറിയിൽ ഓടിക്കയറുന്നു. അങ്ങനെ ആ മാലിന്യ ലോറിക്കുള്ളിൽ തിരഞ്ഞ് ആ പെട്ടി തിരിച്ചെടുക്കുന്നു. ആ ആധാരം എടുത്ത് നോക്കിയപ്പോൾ അതൊരു വലിയ മൈനിങ് കമ്പനിയാണ്. അതായത് സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം മുഴുവൻ നമ്മുടെ ഹീറോയുടെ സ്വത്താണെന്ന് തോന്നുന്നു. അതിപ്പോൾ ഒരു ഗ്രാമത്തിലാണുള്ളത്. അതിൻ്റെ മൂല്യം തന്നെ പല കോടികൾ വരും. ഇതാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അച്ഛാ, നിങ്ങൾ ഇത്ര വലിയ കോടീശ്വരനായിരുന്നോ? എന്നിട്ടും അതൊക്കെ വിട്ടിട്ട് എന്നെ എത്ര മോശമായിട്ടാണല്ലോ വളർത്തിയത്. ഇപ്പോൾ നിങ്ങൾ മരിച്ചു പോയതിനു ശേഷമാണ് ഞാനിതൊക്കെ അറിയേണ്ടത് എന്ന് പറഞ്ഞ് ഇപ്പോൾ നേരെ ഹീറോ ആ ഗ്രാമത്തിലേക്ക് വരുന്നു. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഒരു വലിയ പാലം. ആ പാലം കടന്നു വേണം വരാൻ. അങ്ങനെ വന്ന ഉടനെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പ്രതാപ് സാർ കുറച്ച് കഴിയുമ്പോൾ വരും, അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്ത് നേരെ കമ്പനിയിലേക്ക് കൊണ്ടുവരാം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും ആ വ്യക്തിയുടെ അടുത്ത് വന്ന് താനാണ് പ്രതാപ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അപ്പോൾ വണ്ടിയിൽ കയറാൻ പറഞ്ഞ് അയാൾ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പാട്ട് വെക്കാമല്ലോ എന്ന് കരുതി ഹീറോ റേഡിയോയിൽ പാട്ട് വെക്കുന്നു. ആ പാട്ട് കേട്ടതും കാർ ഓടിക്കുന്ന ആൾ ചെവി പൊത്തിപ്പിടിക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അലറാണ്. അപ്പോഴാണ് പിന്നിൽ എപ്പോഴും മദ്യവെച്ച് ബോധമില്ലാതിരിക്കുന്ന ഒരു കുടിയൻ എഴുന്നേറ്റ് പറയുന്നത്, എടോ, ഇയാൾക്ക് പാട്ട് കേൾക്കുന്നത് നല്ല അലർജിയാണ്. പാട്ട് കേട്ടാൽ അവന് തീരെ പിടിക്കില്ല, ചെവിയും പിടിക്കില്ല എന്ന്. അത് ഓഫ് ചെയ്യാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഹീറോ വരുന്ന വണ്ടി ആ വ്യക്തി കൊണ്ടുപോയി ഒരു മരത്തിലിടിക്കുന്നു. മരത്തിലിടിച്ചതിന് ശേഷം അയാൾ വല്ലാതെ ഭയപ്പെടുന്നു. അയ്യോ, ഈ മരത്തിലാണല്ലോ കൊണ്ടിടിച്ചത്, ഗൗരി ഇതറിഞ്ഞ എൻ്റെ ജീവിതം തന്നെ അവസാനിക്കും എന്ന് പറഞ്ഞ് പേടിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഗൗരി എന്ന നമ്മുടെ ഹീറോയിൻ പുറത്തു വരുന്നു. കാറിടിച്ച് ആ മരത്തിന് പോറലേറ്റത് അവൾ വളരെ ഗൗരവത്തോടെ നോക്കുന്നു. അവൾക്ക് ഭയങ്കര ദേഷ്യം വരെയാണ്. അങ്കിൾ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? മരത്തെ എങ്ങനെയാണോ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് കാറിന്റെ താക്കോലും ഊരിയെടുക്കാണ്. ശേഷം ആ പോറലുകളെല്ലാം നോക്കിയിട്ട് മരത്തോടും സോറി ചോദിക്കുന്നു. ഇങ്ങനെ ഹീറോയിന്റെ വ്യത്യസ്തമായ സ്വഭാവമെല്ലാം അവിടെ ഹീറോ നോക്കി നിൽക്കുകയാണ്. ഇതാരാ സാർ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ആകെ ഈ ഒരു മരം മാത്രമേ ബാക്കിയുള്ളൂ. ഈ മരം എപ്പോഴും നോക്കി നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഗൗരി എന്നയാൾ പറയുന്നു. അവളിപ്പോൾ ബൈക്കിൽ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അവളുടെ ബൈക്കിൽ പോയി കയറിക്കൊള്ളാൻ പറഞ്ഞ് ഹീറോയെ അയാൾ അയക്കുന്നു. അങ്ങനെ ഹീറോയും ആ ബൈക്കിൽ കയറാൻ വരികയാണ്. എന്നാൽ ഗൗരി, നീ മരത്തോട് സോറി പറഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടിയിൽ കയറ്റൂ എന്ന് പറയുകയും അങ്ങനെ നമ്മുടെ ഹീറോയെ വണ്ടിയിൽ കയറ്റി ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അതേ ഗ്രാമത്തിനുള്ളിൽ ഒരു മൈനിങ് കമ്പനിയുള്ള കാര്യം കാണിക്കുന്നത്. അതായത് സ്വർണ്ണമൊക്കെ എടുക്കുന്ന വളരെ വലിയൊരു കമ്പനി അവിടെയുണ്ട്. അവരും ഒരുപാട് നാളായി സ്വർണ്ണഖനി കുഴിക്കുകയാണെന്ന് പറഞ്ഞ് അടിയിൽ നിന്ന് വെറും കല്ലുകൾ മാത്രമാണ് കിട്ടിയത്. യാതൊരു സ്വർണവും കിട്ടിയിട്ടില്ല. അങ്ങനെ അവരുടെ മൈനിങ് കമ്പനി തന്നെ അവിടെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ സ്വർണ്ണഖനിയൊക്കെ കുഴിക്കാൻ ആ ഗ്രാമത്തിലുള്ള ആളുകളെ തന്നെയാണ് ജോലിക്ക് വെച്ചിരുന്നത്. ഇപ്പോൾ അതിന്റെ മുതലാളിയായി ഒരു വലിയ മനുഷ്യനെ കാണിക്കുന്നു. അയാൾക്കൊരു മകളുണ്ട്. അവളുടെ പേര് റീനു. റീനു ചെറുപ്പം മുതലേ അച്ഛന്റെ സ്നേഹത്തിനായി കൊതിക്കുന്നവളാണ്. എന്നാൽ അച്ഛനോ എപ്പോഴും സ്വർണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഗ്രാമത്തിലുള്ള ഒരു കുലദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അതൊരു മല പോലെയാണുള്ളത്. അതിന് നടുവിലായി ഒരു ചെറിയ ഗുഹ പോലെയും പോകുന്നുണ്ട്. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് കുബേരനാണ്. ഇതാണ് ഞങ്ങളുടെ കുലദൈവം. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഈ മലയിടുക്കിൽ വന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്നൊക്കെ അവർ പറയുന്നു. തുടർന്ന് ഹീറോയും അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു. നിന്റെ പേരെന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പ്രതാപ് എന്ന് പറഞ്ഞതും ആ ഗ്രാമത്തിലുള്ള ഒരു പ്രായമായ സ്ത്രീ ഹീറോയെ വളരെ അത്ഭുതത്തോടെ നോക്കുന്നു. ഇപ്പോൾ ഹീറോയെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയെ ആ മൈനിങ് കമ്പനിയുടെ വാതിൽക്കൽ കൊണ്ടുപോയി വിടുകയാണ്. അങ്ങനെ ഹീറോ ആ മൈനിങ് കമ്പനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കാണുമ്പോൾ മറുവശത്ത് ഒരു വിദേശിയെ കാണിക്കുന്നു. ഈ വിദേശിയാണ് ഇപ്പോൾ ഈ മൈനിങ് കമ്പനി വാങ്ങാനായിട്ട് ഒരു ഡീൽ സംസാരിച്ചിരിക്കുന്നത്. 100 കോടി രൂപയാണ് ആ ഡീലിൽ സംസാരിച്ചിട്ടുള്ളത്. സ്വർണ്ണമേ ഇല്ലാത്ത ഈ ഖനിയെ എങ്ങനെയെങ്കിലും ഈ വിദേശിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് റീനുവും അവളുടെ അച്ഛനും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വിദേശിയും ഇവിടെ ഒരുപാട് സ്വർണ്ണം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചായിരിക്കും ഇത് വാങ്ങാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. മറുവശത്ത് ഹീറോയും ഇപ്പോൾ അതേ കമ്പനിക്കുള്ളിലേക്ക് വരികയാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഒരു വലിയ പാർട്ട്ണറാണ്. എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണിത്. എൻ്റെ പേര് പ്രതാപ് എന്ന് പറഞ്ഞതും അവൻ അവിടെ രാജകീയ മര്യാദയാണ് നൽകുന്നത്. ഇപ്പോൾ ഹീറോ ഏത് പേരിലാണോ വന്നത്, അതായത് ഹീറോയുടെ പേരിൽ തന്നെ അവിടെ മറ്റൊരു വ്യക്തി വരികയാണ്. താനാണ് പ്രതാപ് എന്ന് ഹീറോയുടെ അടുത്ത് തന്നെ വന്ന് പറയുന്നു. ഹീറോയ്ക്ക് അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ അച്ഛൻ്റെ പേര് തന്നെ അവനും പറയാണ്.
ഇരുവർക്കും ഇടയിൽ വഴക്കുണ്ടാവുന്നു. അപ്പോഴാണ് ഹീറോയെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുവന്ന ആൾ അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഹീറോയ്ക്ക് അവിടെ ഒരു വലിയ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഈ മൈനിങ് കമ്പനി രണ്ടുപേരുടെ പേരിലാണുള്ളത്. ഒന്ന് ഇപ്പോൾ ആ വലിയ മനുഷ്യന്റെ പേരിൽ, രണ്ടാമത് ഹീറോയുടെ അച്ഛന്റെ പേരിൽ. അങ്ങനെ ഹീറോയുടെ അച്ഛൻ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഹീറോയുടെ പേരിലാണ് ആ മൈനിങ് കമ്പനി സ്വന്തമായിട്ടുള്ളത്. എന്നാൽ ഇവരോ ആ 100 കോടി രൂപ ഇവർക്ക് തന്നെ തട്ടിയെടുക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പ്രതാപ് എന്ന പേരിൽ വേറൊരാളെ ഇവർ സെറ്റപ്പ് ചെയ്ത് അവിടെ വ്യാജമായി സാക്ഷി ഒപ്പിടിക്കാമെന്ന പ്ലാനിലാണ് അവിടെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ ഹീറോ വന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച് ഇപ്പോൾ ആ വ്യക്തിയെ അവിടെ തള്ളിയിട്ട് യഥാർത്ഥ പ്രതാപായ ഹീറോ തന്നെ ആ ഓഫീസ് റൂമിലേക്ക് വരുന്നു. എന്നാൽ അവിടെയുള്ള റീനുവും അവളുടെ അച്ഛനായ ആ വലിയ മനുഷ്യനും നമ്മൾ സെറ്റപ്പ് ചെയ്ത പ്രതാപ് തന്നെയാണ് ഇത് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ വിദേശിക്ക് ഈ കമ്പനി വിൽക്കാനായിട്ടുള്ള 100 കോടി രൂപയുടെ ഡീൽ ഹീറോയുടെ കയ്യിൽ കൊടുത്ത് ഒപ്പിടാൻ പറയുമ്പോൾ ഹീറോ അത് വായിച്ചു നോക്കിയിട്ട് ഷോക്കാവുന്നു. അപ്പോഴാണ് താൻ യഥാർത്ഥ പ്രതാപാണെന്ന് പറയുന്നത്. തൻ്റെ അച്ഛനൊത്തുള്ള ഫോട്ടോകളെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ റീനുവിനും അവളുടെ അച്ഛനായ ആ വലിയ മനുഷ്യനും അതൊരു വല്ലാത്ത ഷോക്കാവുന്നു. ഇപ്പോൾ ആ വിദേശിയോടും നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, മൈനിങ് കമ്പനി നിങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു വന്നിരിക്കുകയാണല്ലോ, ഈ മൈനിങ് കമ്പനിയിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ? ആദ്യം ഇവിടെ സ്വർണ്ണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിനുശേഷം ഈ 100 കോടി രൂപയുടെ ഡീൽ ഓക്കെ ആണെന്ന് സൈൻ ചെയ്ത് നമുക്ക് എഗ്രിമെന്റ് വെക്കാം. അതുപോലെ ഈ ഡീൽ കഴിഞ്ഞാൽ എനിക്ക് 50 കോടി രൂപയും ശേഷം ഇവർക്ക് 50 കോടി രൂപയും എന്ന രീതിയിൽ അവിടെ പറയുന്നു. ഹീറോയ്ക്ക് ഇതെല്ലാം മനസ്സിലായതിനു ശേഷം റീനുവിനോ അവളുടെ അച്ഛനോ അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം രണ്ടുപേരുടെയും പേരിലാണ് ആ കമ്പനി ഉള്ളത് എന്നതുകൊണ്ട് അവർ വായടച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവരുടെ മൈനിങ് കമ്പനിയുടെ മുന്നിൽ ഒരുപാട് സമരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതായത് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊന്നും സുരക്ഷയില്ലാതെ ഇടയ്ക്കിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കൂട്ടി നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സമരം ചെയ്യുന്നുണ്ട്. അതിന് നേതൃത്വം നൽകി അവരെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഹീറോയിനായ ഗൗരിയാണ്. എന്നാൽ ഗൗരിയുടെ അച്ഛൻ അതേ മൈനിങ് കമ്പനിയിൽ ഒരു മാനേജർ ആയതുകൊണ്ട് അദ്ദേഹത്തെ വെച്ച് എപ്പോഴും ആ ഓണർ ഗൗരിയുടെ വായ അടപ്പിക്കും. ഇപ്പോൾ ഗൗരിയുടെ ചുമതലയാണ് ഗ്രാമത്തിൽ പുതുതായി വന്ന നമ്മുടെ ഹീറോയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഗൗരിയുടെ വണ്ടിയിൽ ഹീറോ ഇരിക്കുന്നു. ഗൗരിക്ക് ഇഷ്ടമല്ലാത്തവരെയെല്ലാം വണ്ടിയിൽ പുറംതിരിഞ്ഞാണ് ഇരുത്തുക. അങ്ങനെ ഹീറോ പുറംതിരിഞ്ഞിരുന്ന് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗ്രാമം വളരെ ചെറിയ ഗ്രാമമാണ്. വന്ന ഉടനെ ഒരു ബാർബർ ഉണ്ട്. അയാൾക്ക് മുടി വെട്ടാനും അറിയില്ല, ഷേവ് ചെയ്യാനും അറിയില്ല. മറുവശത്ത് എപ്പോഴും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ഇരട്ടകൾ. പിന്നെ ഒരു ഡോക്ടറുണ്ട്. അയാൾ ഒരു മൃഗ ഡോക്ടറാണ്. എന്നാൽ മനുഷ്യർക്കാണ് ചികിത്സ നൽകുന്നത്. അതിനുശേഷം എപ്പോഴും കൊഞ്ചിക്കുഴയുന്ന ഒരു കാമുകന്മാരും ഉണ്ടാവും. പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയും ഉണ്ടാവും. അവർക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട് ആ സ്ത്രീയെ എല്ലാവരും വളരെ മോശമായി സംസാരിക്കുകയാണ്. ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയോട് നമ്മുടെ ഹീറോയിൻ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എപ്പോൾ കണ്ടാലും പണം നൽകും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ വാങ്ങി ആ സ്ത്രീക്ക് നൽകുന്നു. അതുപോലെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ ഹീറോ പ്രതാപിന്റെ പേര് അറിയാൻ തുടങ്ങുകയാണ്. പ്രതാപ് വന്നു എന്ന് അവർ പറയുന്നുണ്ട്. അല്ല, ഞാൻ ഇപ്പോഴല്ലേ ഗ്രാമത്തിലേക്ക് വന്നത്, അതിനുള്ളിൽ എന്നെ എങ്ങനെ എല്ലാവരും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ ബാർബർ ഷോപ്പിലുള്ള വ്യക്തിയാണ് ഗ്രാമം മുഴുവനും ഈ വാർത്തകൾ എത്തിച്ചതെന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. മുൻപ് ഗ്രാമത്തിൽ ഒരു പ്രായമായ സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണത്. അവർ പ്രതാപിനെ കണ്ട ഉടനെ അവിടെ എന്തോ ഒന്ന് വന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മുത്തശ്ശി ഏതാണ്ട് 20 വർഷമായി ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഗ്രാമവാസികൾക്ക് ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ആ മുത്തശ്ശിയെ ഒരു ഭ്രാന്തിയായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഇവിടെ ഹീറോയിൻ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ആ മരം ഉണ്ടല്ലോ, ആ മരത്തിന് നടുവിലായി ഒരു ചെറിയ പൊത്തുണ്ട്. അതിലാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ ആ മരത്തിനടുത്തേക്ക് അച്ഛനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുന്നു. അച്ഛനോട് ഹീറോയിന് ദേഷ്യമുണ്ട്. അച്ഛനും മാപ്പ് ചോദിക്കുന്നുണ്ട്. മുതലാളിയുടെ മുന്നിൽ അങ്ങനെയൊക്കെയല്ലേ മോളെ പെരുമാറാൻ പറ്റൂ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ ക്ഷമാപണം സ്വീകരിക്കുന്നു. അങ്ങനെ ഹീറോയിൻ രാവിലെ ഉറക്കമുണരുന്നു. എഴുന്നേൽക്കുമ്പോൾ തന്നെ തങ്ങളുടെ മരത്തിന് മുന്നിൽ ആ ഗ്രാമവാസികൾ തടിച്ചുകൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും കയറൊക്കെ കെട്ടി ഒരു വലിയ ആയുധം എടുത്തുകൊണ്ടുവന്ന് ആ മരം മുറിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ബഹളം ഉണ്ടാക്കി എല്ലാവരെയും അടിച്ചോടിക്കുന്നു. ഗ്രാമത്തിലുള്ളത് ഈ ഒരു മരം മാത്രമാണ്, അത് മുറിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് മുതലാളിയായ റീനു വരുന്നത്. അതായത്, ഞങ്ങൾ വീണ്ടും സ്വർണ്ണഖനി കുഴിക്കാൻ പോവാണ്. ഇപ്പൊ കുഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് സ്വർണ്ണമില്ല, അതുകൊണ്ട് ഈ മരത്തിനടിയിൽ മറ്റൊരു വലിയ കുഴി കുഴിക്കാൻ പോവാണ്. അതിനായി ഈ മരം ഞങ്ങൾക്ക് മാറ്റിയേ തീരൂ എന്ന് പറയുമ്പോൾ ഹീറോയിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഉള്ളത് ഒരു മരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതും എടുത്തു മാറ്റിയാൽ ഇതിനുശേഷം ഗ്രാമത്തിൽ മരവും ചെടിയും ഒന്നുമില്ലാതെ മൊട്ടക്കുന്നായി മാറും. നമുക്ക് എല്ലാവർക്കും അത് അപകടമാണ്. സ്വർണ്ണത്തെക്കാൾ ഇപ്പോൾ മരമാണ് മുഖ്യം എന്നവർ പറയുന്നു. എന്നാൽ റീനു ആ ഗ്രാമവാസികൾക്കെല്ലാം പണം നൽകുന്നു. സ്വർണം കുഴിച്ചെടുത്താൽ പണം കിട്ടും, മരം വെച്ചിരുന്നാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് ആ ഗ്രാമവാസികളെയും സമ്മതിപ്പിച്ച് ആ മരം മുറിക്കാൻ നിൽക്കുമ്പോഴും ഹീറോയിൻ സമ്മതിക്കുന്നില്ല. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയെ ആ മുത്തശ്ശിയുണ്ടല്ലോ അവർ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ഹീറോ വന്ന് സാധാരണ മരമല്ലേ, അതൊക്കെ നോക്കാമെന്ന രീതിയിൽ അവിടെ ഹീറോയിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും ഹീറോയിൻ വിസമ്മതിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ഹീറോയിന്റെ അച്ഛനെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഹീറോയിനെ അടിച്ച് അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോയിന്റെ കൺമുന്നിലിട്ട് തന്നെ ആ വലിയ പഴയ മരം അവർ മുറിക്കുന്നു. ആ മരം അങ്ങനെ നിലം പതിക്കുന്നു. ഹീറോയിൻ അവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്കതിൽ നിന്നും കരകയറാനും കഴിയുന്നില്ല. അവരുടെ ഗ്രാമത്തിൽ ഒരു മലക്ഷേത്രം ഉണ്ടല്ലോ.
ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ ഹീറോയിൻ കരയുന്നതായി കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ മല കുലുങ്ങുന്നു. തുടർന്ന് അവിടെ ഒരു ചെറിയ കുഴി പോലെ രൂപപ്പെടുന്നു. ആ കുഴിയിലേക്ക് നമ്മുടെ ഹീറോയിൻ പോയി വീഴുന്നു. ആരെങ്കിലും ഉണ്ടോ? ദൈവമേ, നീ തന്നെ വന്നോ? നിന്നോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഈ ഗ്രാമവാസികൾ ചെയ്യുന്ന എല്ലാം കണ്ടോ? സ്വർണത്തിന് വേണ്ടി മരം മുറിച്ചു കളഞ്ഞു. ഗ്രാമത്തിലുണ്ടായിരുന്നത് ആകെ ഈ ഒരു മരമാണ്. പണ്ടൊരു കാലത്ത് ഈ ഗ്രാമം എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാമോ? ഇങ്ങനെ മരം മുറിച്ച ഈ ഗ്രാമവാസികൾ നന്നാവരുത്. എന്ത് ചോദിച്ചാലും വായിൽ വന്നതാണ് സംസാരിക്കുന്നത്. അവരുടെ സംസാരശേഷി നീ ഇല്ലാതാക്കണം. എത്രയോ നുണകളും ചതികളും ഇവിടെ നടക്കുന്നു. നുണ പറയാൻ പറ്റാത്ത രീതിയിൽ നീ മാറ്റണം എന്ന രീതിയിലുള്ള 3 ശാപങ്ങൾ അവിടെ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. കുറച്ചു നേരമായി അവിടെ നിന്ന് യാതൊരു മറുപടിയും വരാത്തത് കൊണ്ട് ഹീറോയിനും ശരി ഓക്കെ തനിച്ചാണല്ലോ സംസാരിക്കുന്നതെന്ന് കരുതി അവിടെ നിന്നും പോരാൻ നിൽക്കുമ്പോഴാണ് ആ രാത്രി മുതൽ ഗ്രാമത്തെ തന്നെ കീഴ്മേൽ മറയ്ക്കുന്ന പോലൊരു സംഭവം നടക്കുന്നുണ്ട്. ആ ഗ്രാമത്തിൽ രാവിലെ പത്രമിടുന്ന പയ്യൻ അങ്ങനെ പത്രം എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ സംസാരിക്കില്ലേ, ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം അതൊരു പാട്ടായി പാടി പറയുന്നു. പത്രം വാങ്ങിക്കോളൂ എന്ന് പാട്ട് പാടുന്നു. അതിന് പത്രം വാങ്ങാൻ വന്ന സ്ത്രീയും ഒരു പാട്ട് പാടി അത് വാങ്ങാൻ വരുന്നു. എന്താണിതൊക്കെ? സംസാരിക്കുന്നതിന് പകരം എല്ലാം പാട്ടായിട്ടാണല്ലോ വരുന്നത് എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. നമുക്ക് മാത്രമാണോ ഈ രോഗം എന്ന് നോക്കിയാൽ ഗ്രാമത്തിലുള്ള ഓരോരുത്തർക്കും ആ രോഗം തന്നെയാണ്. ആർക്കും വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാം സംഗീതമായി പാട്ടായാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹീറോയിനും ഉറക്കമുണരുന്നു. അവരുടെ ശബ്ദത്തിലും പാട്ടാണ് വരുന്നത്. അവിടെ ഗ്രാമത്തിലുള്ള ഒരു കോഴിയുണ്ട്, അതുപോലും രാഗത്തിലാണ് കൂവുന്നത്. എല്ലാവരും പേടിച്ചു പോവാണ്. ഗ്രാമവാസികൾക്ക് എന്തു പറ്റി? ഇത് രോഗമാണോ ശാപമാണോ എന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഭയന്ന് പോവാണ്. ഇപ്പോൾ വില്ലന്മാരുണ്ടല്ലോ, റീനും അവളുടെ അച്ഛനും, അവർ പോലും ഇപ്പോൾ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. ഗ്രാമം വിട്ട് പുറത്തേക്ക് ഓടിപ്പോവാന്ന് കരുതി എല്ലാവരും ഗ്രാമം വിട്ട് ഓടാൻ നിൽക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് ഒരു പാലം ഉണ്ടല്ലോ, ആ പാലത്തിൽ കൂടി മാത്രമേ പോകാനും വരാനും സാധിക്കൂ എന്ന് പറഞ്ഞില്ലേ, ആ പാലം പെട്ടെന്ന് തകർന്നു പോകുന്നു. ഇപ്പോൾ ആർക്കും ആ ഗ്രാമം വിട്ട് പുറത്തു പോകാനേ കഴിയുന്നില്ല. എല്ലാവരും ആ ഗ്രാമത്തിനുള്ളിൽ തന്നെ കുടുങ്ങാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു കുടിയനുണ്ടല്ലോ, അവൻ എഴുന്നേക്കാണ്. അങ്ങനെ ഗ്രാമം നോക്കാണ്. എന്താ ഗ്രാമവാസികളെല്ലാവരും കാണാനില്ലല്ലോ എന്ന് കരുതി അവനും അവിടെ പാട്ട് പാടിക്കൊണ്ട് വരുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിലെ മലക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിലേക്ക് അവർ വരുന്നു. ആ മലക്ഷേത്രത്തിൽ ഒരു ചെറിയ പൊത്ത് രൂപപ്പെട്ടത് അവർ കാണുന്നു. അവിടെയുള്ള പൂജാരി അത് കണ്ടിട്ട്, അപ്പോൾ ദൈവമാണ് കോപിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ശാപം തന്നത്, ഇതിന് പരിഹാരം ചെയ്താൽ ശരിയാവുമെന്ന് പറയുന്നു. അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് ഡോക്ടർ വരുന്നു. ഇതൊരു ഫ്ലൂ ആണ്, അതായത് രോഗം, പകർച്ചവ്യാധി. ഇതിന് ഗുളികയാണ് പരിഹാരം എന്ന് പറയുന്നു. ഇപ്പോൾ ദൈവമാണോ അതോ ഗുളികയാണോ എന്നൊരു വഴക്കും അവിടെ ഉണ്ടാവുന്നുണ്ട്. അവസാനം ആ കുടിയൻ ആ സ്ഥലത്തേക്ക് വരുന്നു. ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. ഇന്നലെ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു വഴിപാട് ചെയ്തിട്ട് പോയില്ലേ? ഇന്നലെ മദ്യപിച്ചിട്ട് സൈഡ് ഡിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്ത് തിന്നുപോയി. അതാണ് ദൈവത്തിന് ദേഷ്യം വന്നതെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഗ്രാമവാസികൾക്ക് ദേഷ്യം വരുന്നു. ഇപ്പോൾ ആ കുടിയനെയും എടുത്ത് ആ കുഴിക്കുള്ളിലേക്ക് ഇടുന്നു. ഇനി ഇതിന് നമ്മൾ പരിഹാരം ചെയ്തേ മതിയാവൂ. അങ്ങനെയല്ലെങ്കിൽ അവസാനം വരെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെ പാട്ട് പാടിയിട്ടേ കഴിയാൻ പറ്റൂ എന്ന് പറഞ്ഞ പല പരിഹാരങ്ങളും അവിടെ പറയുന്നു. അങ്ങനെ ആ മലയെ 100 വട്ടം ചുറ്റി വരണമെന്ന് പറഞ്ഞ് ഹീറോയെയും റീനുവിനെയും ഒക്കെ നടത്തിക്കുന്നുണ്ട്. ഗ്രാമത്തിലുള്ള പല പുരുഷന്മാരും മൊട്ടയടിക്കുന്നു. പിന്നെ 100 ലഡു ഉണ്ടാക്കി നൽകണം, ഏത്തമിടണം എന്ന രീതിയിൽ പല വഴിപാടുകളും ആ പൂജാരി ഗ്രാമവാസികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതിൽ അയാൾക്ക് നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ ഗ്രാമവാസികൾക്കെല്ലാം ക്ഷീണമാവുന്നുണ്ട്. എത്രയൊക്കെ പരിഹാരം ചെയ്തിട്ടും നമുക്ക് ആ പാട്ട് നിർത്താൻ കഴിയുന്നില്ലല്ലോ, വാക്കുകൾ വായിൽ വരുന്നില്ലല്ലോ, എല്ലാം പാട്ടായിട്ടാണല്ലോ വരുന്നത് എന്ന് കരുതി അവർ കൂടുതൽ ഭയപ്പെടുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിൽ മറ്റൊരു ശാപവും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഗ്രാമത്തിലുള്ളവർ വായ തുറന്നാൽ സത്യം മാത്രമേ സംസാരിക്കൂ. അങ്ങനെ ആ ബാർബർ തനിക്ക് മുടിവെട്ടാൻ അറിയില്ലെന്ന് സത്യം പറയുന്നു. ഡോക്ടർ താൻ മൃഗഡോക്ടറാണെന്ന സത്യവും പറയുന്നു. പൂജാരി തനിക്ക് മന്ത്രം അറിയില്ലെന്ന സത്യവും പറയുന്നു. ആ കാമുകന്മാരുണ്ടല്ലോ, അവർ പണത്തിന് വേണ്ടിയിട്ടാണ് പ്രണയിക്കുന്നത് എന്ന സത്യവും പറയുന്നു. ഈ സത്യങ്ങളോടൊപ്പം തന്നെ മുതലാളിയുടെ മകളായ റീനു തന്റെ അച്ഛനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഞാൻ മുൻപേ തട്ടിപ്പ് നടത്തി ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്നാണ് ഈ ഗ്രാമത്തിലേക്ക് വന്നത് എന്നും പറയുന്നു. ഇത് നമ്മുടെ റീനുവും കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നീ പറ്റിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി ഹീറോയും, എന്താ നീ ഈ ഗ്രാമത്തെ പറ്റിക്കുന്നില്ലേ? ഈ മൈനിങ് കമ്പനി ആ വിദേശിക്ക് വിൽക്കാനല്ലേ നീ നോക്കുന്നത്? ഇപ്പോൾ ഇവരെ നീ അടിമകളായിട്ടല്ലേ ഉപയോഗിക്കുന്നത് എന്നൊക്കെ റീനുവിനോട് ചോദിക്കുന്നു. റീനുവും അതെ എന്ന് സത്യം സമ്മതിക്കുമ്പോൾ അപ്പോഴാണ് റീനുവും പറ്റിച്ചാണ് പലരെയും ജോലി ചെയ്യിപ്പിക്കുന്ന എന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഞങ്ങളെ അടിമകളാക്കി പണിയെടുപ്പിക്കുന്ന നിന്റെ കൂടെ ഇനി മുതൽ ഞങ്ങൾ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പണിയായുധങ്ങൾ താഴെയിട്ട് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് അവർ സമരം ചെയ്യാനും തുടങ്ങുന്നു. അടുത്ത ദിവസം പൂജാരി ഉണ്ടല്ലോ, അയാൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് ആ ക്ഷേത്രത്തിലുള്ള ഒരു കല്ലിൽ വെള്ളം തെളിച്ചപ്പോൾ എന്തോ ഒന്ന് കാണുന്നുണ്ട്. എന്താണിതെന്ന് കരുതി കൂടുതൽ വെള്ളം തളിക്കുന്നു. അപ്പോഴാണ് അതിൽ എൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ശാപത്തിനുള്ള പരിഹാരം എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. ഇങ്ങനെ കുബേരനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പൂജാരിയോട് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് ഭക്ഷണം വളരെ ഇഷ്ടമാണ്, ഒരുപാട് ഭക്ഷണം വിളമ്പണം എന്നൊരു ഉപദേശം നൽകുന്നു. പെട്ടെന്ന് മറ്റൊന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിന് സ്വർണവും വളരെ ഇഷ്ടമാണ്. അങ്ങനെ സ്വർണം നൽകിയാലും ഈ ശാപത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും എന്നവിടെ പറയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഹീറോയുടെ പ്ലാനാണ്.
ഇതിനോടകം അവിടെ സമരം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണല്ലോ. അത് വഴിതിരിച്ചു വിട്ടിട്ട് അവരെ ജോലിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അത് വിശ്വസിച്ച് ഇപ്പോൾ ഗ്രാമവാസികളും അവിടെ മൈനിങ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ സ്ഥലത്ത് കുഴിയെല്ലാം എടുത്ത് മൈനിങ് ചെയ്യാൻ തുടങ്ങുന്നു. ആ വിദേശി ഉണ്ടല്ലോ, അവനും ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുഴിക്കുന്നു, വീണ്ടും കുഴിക്കുന്നു. അവിടെ ഒരു സ്വർണവും കിട്ടുന്ന ലക്ഷണമില്ല. ആ സായിപ്പ് നോക്കുന്നുണ്ട്, ബോംബ് വെച്ച് ഈ കല്ലുകളൊക്കെ തകർത്തെറിയും, അതിനുശേഷമെങ്കിലും സ്വർണം കിട്ടുമെന്ന് നോക്കാം എന്നൊരു ഐഡിയ അവൻ നൽകുന്നു. ഹീറോയും ഇതൊരു നല്ല ഐഡിയ ആണല്ലോ, എന്തായാലും ബോംബ് വെക്കാമെന്ന് ചിന്തിക്കുകയാണ്. എല്ലാവരും ആ കുഴിയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അവനൊരു ബോംബ് സെറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ ആ സമയത്ത് ആ വിദേശി ഉണ്ടല്ലോ, അവനും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ആ ബോംബിന്റെ പ്ലഗ് ഊരി മാറ്റിയിട്ട് ആ വിദേശിയെ രക്ഷിക്കാമെന്ന് കരുതി ഹീറോ വരുന്നു. എന്നാൽ അതിനുള്ളിൽ ആ വിദേശി പുറത്തുപോയി. ഇവിടെ പുറത്ത് ഊരി വെച്ചിരിക്കുന്ന പ്ലഗ് ഒരു തൊഴിലാളി കണ്ടിട്ട് അത് കണക്ട് ചെയ്ത് വിടുകയും ഹീറോ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ആ ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. ഇപ്പോൾ വാതിൽക്കൽ എല്ലാവരും ഭയന്നുകൊണ്ട് വരികയാണ്. മൈൻ ചെയ്യുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടിയല്ലോ, എന്ത് ചെയ്യുന്നു കരുതി അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഉള്ളിലെ കല്ലുകളെല്ലാം ഇടിഞ്ഞു വീണിരിക്കുന്നു. അങ്ങനെ ആ കല്ലുകളൊക്കെ പുറത്തെടുക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ഹീറോ പുറത്തു വരുന്നു. മാത്രമല്ല അവനൊരു സ്വർണവും എടുത്തുകൊണ്ട് വരുന്നു. ബോംബ് പൊട്ടിയതിലൂടെ സ്വർണം എവിടെയാണുള്ളത് എന്നിവർക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ അതും മറ്റു തൊഴിലാളികളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ സ്ഥലം പോയി കുഴിച്ചോളൂ, നമുക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് ഹീറോയിൻ ഉണ്ടല്ലോ, അവളും ഹീറോ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ആ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നതെന്ന് ഓർത്ത് കുറച്ച് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അവൾക്കും ഹീറോയുടെ നേരിയൊരു പ്രണയം വരുന്നു. അവൾക്ക് ഇഷ്ടമല്ലാത്തവരെ എപ്പോഴും ബൈക്കിന് പുറകിൽ പുറംതിരിഞ്ഞാണല്ലോ ഇരുത്തുക. എന്നാൽ ഹീറോയോട് മുന്നോട്ട് തിരിഞ്ഞിരിക്കാൻ പറയുന്നു. ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ആ ഗ്രാമത്തിൽ പാലം തകർന്ന് കിടക്കുന്നുണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് ഒരു സത്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ താൻ ശപിച്ചത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ശാപം നൽകിയതെന്ന്. ഗ്രാമവാസികൾ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നു. എല്ലാത്തിനും നീയാണോ കാരണം എന്ന് ചോദിച്ച ആ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഹീറോയിനെ നിർത്തി അവളോട് പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ഈ ഗ്രാമത്തിലുള്ള ഒരു മരം നിങ്ങൾ വെട്ടിക്കളഞ്ഞില്ലേ, ആ ദേഷ്യത്തിലാണ് ഞാൻ കുബേരന്റെ അടുത്ത് വന്ന് ശാപം ചോദിച്ചത്. എന്നാൽ ഇത് സത്യത്തിൽ സംഭവിക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന്, നിങ്ങളുടെ ശബ്ദമെല്ലാം നഷ്ടപ്പെടണമെന്ന് ചോദിച്ചു, അതാണ് നിങ്ങളിപ്പോൾ പാടുന്നത്. അതിനുശേഷം സത്യം മാത്രമേ പറയാവൂ എന്ന് ചോദിച്ചു, അതുപോലെ സംസാരിക്കുന്നു. പിന്നെ മൂന്നാമതായി ഒന്ന് ചോദിച്ചു, അത് മറന്നുപോയി എന്ന് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കണം എന്നുകൂടി ചോദിച്ചിരുന്നു എന്ന് പറയുന്നു. അത് പറഞ്ഞതും അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഭ്രാന്ത് പിടിച്ചാൽ നമ്മൾ എല്ലാവരും ഈ ഗ്രാമത്തിൽ ഭ്രാന്തന്മാരെ പോലെ നടക്കേണ്ടി വരുമല്ലോ, അതിനുള്ളിൽ ഇതിൽ നിന്നും പുറത്തു വരണം. എന്തു ചെയ്യുമെന്ന് കരുതി ഇതിനുള്ള പരിഹാരം ഗ്രാമവാസികളെല്ലാവരും അന്വേഷിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ പുതുതായൊരു കുഴി ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കുഴിക്കുള്ളിലേക്ക് വീണ്ടും ഹീറോയിൻ അയച്ച് നീ തന്നെ കുബേരനോട് ഈ ശാപത്തിനുള്ള പരിഹാരം ചോദിച്ചു വരാൻ അവരാവശ്യപ്പെടുന്നത്. എന്നാൽ ഹീറോയിൻ പോകാൻ ഭയക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ഹീറോ മുന്നോട്ടേക്ക് വരുന്നു. ഈ പെൺകുട്ടി മാത്രം എന്ത് ചെയ്യും, പാവല്ലേ. ഈ ഗ്രാമത്തിൽ ധൈര്യമുള്ള വേറെ ആരെങ്കിലും ഈ കുഴിയിൽ പോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് ആ കുഴിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റുള്ളവർ പരസ്പരം കൈ ചൂണ്ടി അവസാനം ഈ ഐഡിയ പറഞ്ഞ ഹീറോയെ തന്നെ ആ കുഴിയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. ഹീറോ കരയാണ്, പരിഭ്രമിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്ന് ഹീറോയെ ആ കുഴിക്കുള്ളിലേക്ക് തള്ളിയിടുന്നു. കുഴിയിൽ പോയ ഹീറോ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഒരാളാൽ എടുത്തെറിയപ്പെടുന്നു. അതിനുശേഷം ഹീറോയ്ക്ക് സാധാരണ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല. അവന്റെ വായിൽ നിന്നും ഒരു ശ്ലോകം മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആ മൃഗ ഡോക്ടർ ഉണ്ടല്ലോ, അവരും നമ്മുടെ ഹീറോയെ രക്ഷിക്കുന്നു. എന്നാൽ അപ്പോഴും ഹീറോ ആ ശ്ലോകം മാത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണിതൊക്കെ? നമ്മുടെ ഗ്രാമത്തിൽ ഒരു പ്രായമായ മുത്തശ്ശിയുണ്ട്, അവര് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവനും പറഞ്ഞത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും എന്തു പറ്റി? ഒരു പക്ഷെ ഇവന് ഭ്രാന്ത് പിടിച്ചോ? അപ്പോൾ അടുത്തത് നമുക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങുമോ എന്നെല്ലാവരും ഭയപ്പെടുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും ഹീറോയിനെ നോക്കി തന്നെയാണ് ചീത്ത വിളിക്കുന്നത്. നീ കാരണമാണ് ഗ്രാമത്തിനാകെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് രാത്രി നമ്മുടെ ഹീറോയിൻ കാണാൻ വരുന്നുണ്ട്. നീ എന്താണ് ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉള്ളിൽ എന്താ സംഭവിച്ചത്? എന്നോട് പറ. നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിനും ഹീറോ മറുപടി പറയാതെ ആ ശ്ലോകം തന്നെ വീണ്ടും പറയുമ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ ഹീറോയെ തിരക്കി ആ റീനു ഉണ്ടല്ലോ, അവൾ അവിടെ വരുന്നു. അവർ ഒരു ആധാരം റെഡിയാക്കി എഴുതി കൊണ്ടുവന്ന് ഹീറോയ്ക്ക് നൽകി അത് ഒപ്പിടാൻ പറയുന്നു. എന്നാൽ ഹീറോ ഒപ്പിടാതെ അതിൽ വേറൊരു പേരെഴുതുന്നു. ഇതെല്ലാം മാറി നിന്ന് കാണുന്ന നമ്മുടെ ഹീറോയിന് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇപ്പോൾ ഇവർ മൂന്നുപേരും തമ്മിൽ വഴക്കിടുകയാണ്. ആ വഴക്കിന്റെ അവസാനത്തിൽ നമ്മുടെ ഹീറോയെ പെട്ടെന്ന് ഒരു അജ്ഞാതൻ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ആരാണിതൊക്കെ? ഇവനെയാണല്ലോ കടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് കരുതി ഈ രണ്ട് പെൺകുട്ടികൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി ഹീറോയുടെ പിന്നാലെ ഇവർ രണ്ടുപേരും ഓടുന്നത്. അങ്ങനെ ആ വ്യക്തി നേരെ എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ പോകുന്നത്? ആ മൈനിങ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തേക്കാണ് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ മൈനിങ് നടന്നിരുന്ന മുൻപ് തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ആരും ഉള്ളിൽ കയറരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളിൽ ഇപ്പോൾ സ്വർണ്ണമേ ഇല്ല, പഴയ ആത്മാക്കളാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളും കൈ കോർത്ത് പിടിച്ച് വളരെ ഭയത്തോടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുടിയനാണ് ഹീറോയെ ചാക്കിൽ കെട്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ഹീറോയിന്റെ മുത്തശ്ശി, അവരവിടെയുണ്ട്.
അവർ പറഞ്ഞിട്ടാണ് ആ കുടിയൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മുത്തശ്ശിയും ഇപ്പോൾ ചാക്കിലിരിക്കുന്ന ഹീറോയെ പുറത്തെടുക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഞങ്ങളെ എല്ലാവരും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്, ഇവനെന്തിനാണ് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതൊരു പഴയ സ്ഥലമാണ്, അതായത് ഒരു ചരിത്രം അവിടെ ഉറങ്ങിക്കിടക്കുന്ന പോലെ. അത് കണ്ടതും ആ മുത്തശ്ശി എപ്പോഴും ഒരു ശ്ലോകം പറയുമല്ലോ, ആ ശ്ലോകം അവർ പറയുന്നു. തുടർന്ന് ഹീറോയും ഇപ്പോൾ കുറച്ച് നാളായി ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവൻ അതും പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ ഇതെല്ലാം കണ്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അത് സാവധാനം പറയുക എന്ന് പറയുമ്പോഴാണ് അതിൽ ഒരു അർത്ഥം അടങ്ങിയിട്ടുള്ളത് ഹീറോയിൻ കണ്ടെത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ശാപം മാറണമെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് വീണ്ടും എടുക്കുക എന്ന രീതിയിലാണ് ആ ശ്ലോകത്തിലുള്ളത്. അങ്ങനെ ഇവർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് എടുക്കേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അതുപോലെ തന്നെ പല വർഷങ്ങളായി ഒരേ ശ്ലോകം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മുത്തശ്ശിയുടെ ശബ്ദവും തിരികെ വരുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് ആ മുത്തശ്ശി ആ സ്ഥലത്തുള്ള ഒരു ചെറിയ തിട്ട കാണിക്കുന്നത്. ഈ തിട്ടയുടെ ചരിത്രം അറിയാമോ, ഈ കഥ അറിയാമോ എന്ന് ചോദിച്ച് അവിടെ 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ പറയുന്നു. പച്ചപ്പണിഞ്ഞൊരു ഗ്രാമത്തെ കാണിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമം തന്നെയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നിറയെ മരങ്ങളും ചെടികളും പൂക്കളുമായി സമൃദ്ധമായിട്ടാണ് ഇതുണ്ടായിരുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിൽ ശൈലജമ്മ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അവർ തന്റെ ഭർത്താവിനോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവരിപ്പോ ഗർഭിണിയാണ്. അവരാണ് ഈ മല ക്ഷേത്രത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. ആ ഗ്രാമം തന്നെ അവർ പറയുന്നതാണ് കേട്ടിരുന്നത്. ഒരു ദിവസം അവരുടെ ഗ്രാമത്തിലേക്ക് റീനുവിന്റെ അച്ഛൻ വരുന്നു. അയാൾ ഒരു ചെറിയ കല്ലെടുത്തിട്ടുണ്ട്. ആ കല്ല് ഒരു സ്വർണ്ണക്കല്ലാണെന്ന് മനസ്സിലാവുന്നു. ഉടനെ അത് ശൈലജമ്മയുടെ കയ്യിൽ കൊടുത്ത്, ഈ സ്ഥലത്ത് ഒരുപാട് സ്വർണം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് സ്വർണ്ണഖനി നിർമ്മിക്കാം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ പ്രകൃതിയെ നശിപ്പിച്ച് സ്വർണ്ണഖനി കുഴിച്ചാൽ ഈ ഗ്രാമം തന്നെ നശിച്ചു പോകും. സ്വർണ്ണഖനി കുഴിച്ചവരാരും തന്നെ ആ നാടും ദേശവും പുരോഗമിച്ചതായി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട, പ്രകൃതി സമ്പത്തോടെ തന്നെ നമുക്ക് സന്തോഷമായിരിക്കാം എന്ന് പറയുമ്പോൾ, എന്നാൽ അത് അവരുടെ ഭർത്താവ് തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഈ ശൈലജമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കായി അവർക്ക് ഗ്രാമം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ അവർ പോയ സമയത്ത് നമ്മുടെ ശൈലജമ്മയുടെ ഭർത്താവ് ആ സ്വർണ്ണഖനി നിർമ്മിക്കാനായി തയ്യാറെടുക്കുന്നു. ഗ്രാമവാസികളുടെ ആധാരങ്ങളെല്ലാം വാങ്ങി ഈ സ്ഥലത്ത് സ്വർണ്ണഖനി വന്നാൽ നമ്മളെല്ലാം വലിയ പണക്കാരായി മാറും, നമുക്കത് വരും ഇത് വരും എന്നൊക്കെ മോഹിപ്പിച്ച് അവിടെ സ്വർണ്ണഖനി കുഴിക്കുന്ന ജോലിയും തുടങ്ങുന്നു. മറുവശത്ത് ശൈലജമ്മ സിറ്റിയിൽ പോയി കുഞ്ഞിന് ജന്മം നൽകി ഒരു 6 മാസം കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഒരു വലിയ ഷോക്കാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള പ്രകൃതി സമ്പത്തെല്ലാം നശിപ്പിച്ച് മരങ്ങളൊക്കെ വെട്ടി ആ ഗ്രാമത്തെ തന്നെ വല്ലാത്തൊരു കോലത്തിലാക്കി വെച്ചിരിക്കുന്നു. അവിടെ സ്വർണ്ണഖനി കുഴിക്കുകയാണെന്ന് പറഞ്ഞ് പല ലോറികളും ഓടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ അവർക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. നേരെ ആ സ്വർണ്ണഖനിക്കുള്ളിലേക്ക് തന്നെ വന്ന് ആ വലിയ മനുഷ്യനുണ്ടല്ലോ അയാളെ തല്ലുന്നു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷവും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, അന്ന് പറഞ്ഞത് നിന്റെ ഭർത്താവാണ്, അവനാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നു. അപ്പോഴാണ് ശൈലജമ്മയുടെ ഭർത്താവും, ഇത് കാരണം നമ്മൾ എത്ര വലിയ പണക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ, ഇത് വെച്ച് ഒരുപാട് പേരെ സഹായിക്കാം എന്നൊക്കെ പറയുന്നു. എന്നാൽ ശൈലജമ്മ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വീണ്ടും ആ ഒരു പ്രകൃതിയാണ് മുഖ്യം എന്ന കാര്യം പറയുന്നു. അപ്പോഴാണ് ശൈലജമ്മ പെട്ടെന്ന് ആ പാലത്തിൽ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ പാലം തകർന്ന് താഴെ വീഴുന്നത്. അങ്ങനെ ആ സ്വർണ്ണഖനി കുഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ സ്ഥലത്ത് തന്നെ വീണ് അവരുടെ ജീവൻ പോവുകയാണ്. അതിനുശേഷം ഭർത്താവായ ഇദ്ദേഹം വല്ലാതെ തകർന്നു പോകുന്നു. താൻ ചെയ്ത തെറ്റുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞിനെയും എടുത്ത് അദ്ദേഹം ആ ഗ്രാമം വിട്ട് തന്നെ പോകുന്നു. ഇതെല്ലാം കൺമുന്നിൽ കണ്ട മുത്തശ്ശിയാണ് ഇപ്പോൾ ഈ കഥ പറയുന്ന മുത്തശ്ശി. ഇപ്പോൾ ഈ കഥ മുഴുവനായും നമ്മുടെ ഹീറോയോടും അവിടെയുള്ള എല്ലാവരോടും പറയുന്നു. അതുകൊണ്ട് ഈ ഗ്രാമത്തിന് നഷ്ടപ്പെട്ടത് പ്രകൃതി സമ്പത്താണ്. ഇവിടെ എല്ലാവരും മരം വെച്ച് പിടിപ്പിച്ച് വീണ്ടും അത് തിരികെ കൊണ്ടുവന്നാൽ തന്നെ ഈ ശാപമെല്ലാം മാറുമെന്ന് പറയുന്നു. തുടർന്ന് ഹീറോ അവിടെ ഒരു ഐഡിയ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവൻ ആധാരങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നല്ലോ, ആ വലിയ മനുഷ്യന്റെ മകളായ റീനുവിന്റെ കയ്യിലാണ് അതെല്ലാം ഉള്ളത്. ആ ആധാരങ്ങളെല്ലാം അവൻ തിരികെ വാങ്ങുന്നു. ഗ്രാമത്തിന്റെ നടുവിലേക്ക് വരികയാണ്. ഈ ശാപത്തെക്കുറിച്ചും ഗ്രാമവാസികളോട് പറയാണ്. അങ്ങനെ ആ ആധാരങ്ങളെല്ലാം ഗ്രാമവാസികൾക്ക് തന്നെ നൽകിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങുക, അതാണ് നമുക്കുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ ഗ്രാമവാസികളും അതിന് സമ്മതിക്കുന്നു. അവരാകെ സന്തോഷിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഹീറോ ഗ്രാമത്തിൽ മരം വെക്കുന്ന ജോലികളൊക്കെ എങ്ങനെ നടക്കുന്നുവെന്ന് നോക്കാൻ ഹീറോയിനോടൊപ്പം വരുമ്പോൾ ഗ്രാമവാസികളെല്ലാവരും ഇപ്പോൾ മരം വെക്കുന്നതിന് പകരം തങ്ങളുടെ ഭൂമി കുഴിച്ച് അതിനുള്ളിലുള്ള സ്വർണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുഴിക്കും തോറും സ്വർണം ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതെല്ലാം ഹീറോ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇതൊക്കെ, മരം വെക്കാതെ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മോനെ എത്ര സ്വർണ്ണമാണ് കിട്ടുന്നതെന്ന് കണ്ടോ, മരം വെച്ചാൽ നമുക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയും, ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ പാട്ട് പാടിക്കൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ശീലമായി കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർണ്ണമാണ് മുഖ്യം എന്ന് പറഞ്ഞ് ഇവിടെ സ്വർണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ആധാരം തിരികെ നൽകിയത് ഒരു വലിയ തെറ്റായി പോയെന്നും നമ്മൾക്ക് തന്നെ മരം വെക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുകയാണ്. ഇതെല്ലാം ആ മൈനിങ് കമ്പനി നടക്കുന്ന ഈ റീനും നോക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് വലിയ സന്തോഷമാവുന്നു. ഇപ്പോൾ ഗ്രാമവാസികളെയും വിളിച്ച്, നിങ്ങൾ എത്ര തന്നെ സ്വർണ്ണം എടുത്താലും അത് മാർക്കറ്റിൽ വിൽക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത്, അതെല്ലാം എനിക്കിതാ എന്ന് പറഞ്ഞ ഗ്രാമവാസികൾക്കിടയിൽ ഡീൽ സംസാരിക്കുന്നു.
ഇപ്പോൾ അവിടെയുള്ള കൊച്ചുകുട്ടികൾ പോലും സ്വർണത്തിന്റെ ആർത്തിയിൽ മുഴുകാണ്. എന്തിനാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ ഇത്രയും സ്വർണം കിട്ടുന്നുണ്ടെങ്കിൽ മുമ്പ് തന്നെ കുഴിച്ചു വെച്ചിരിക്കുന്ന ആ കുഴിക്കുള്ളിൽ എത്ര സ്വർണം ഉണ്ടാവും? അത് തന്നെ പോയി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ ആ കുഴിയിലേക്ക് പോകുന്നു. ഹീറോയിൻ ഇതെല്ലാം കണ്ട് ഹീറോയോട് പറഞ്ഞ് വളരെ വിഷമിക്കുന്നുണ്ട്. നമ്മൾ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ഈ ഗ്രാമം വിട്ടു പോവാന്ന് പറഞ്ഞ് ഹീറോയും വിളിക്കുകയാണ്. അപ്പോഴാണ് ആ കുഴിക്കുള്ളിൽ പോയി ഈ പിള്ളേർ കുഴിക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ ഗ്രാമത്തിന് തന്നെ ഒരു നടുക്കം ഉണ്ടാവുന്നു, ഒരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നു. അതിലൂടെ ആ ഗ്രാമത്തിൽ ഒരു രോഗം പടരുന്നു, അതായത് മറ്റൊരു ശാപം. ആ ഗ്രാമത്തിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെന്ന് മറ്റൊരാളെ സ്പർശിച്ചു എന്ന് വെക്കുക, അവരങ്ങനെ സ്വർണമായി മാറുന്നു. കുഴിയിലുള്ള ഒരു ചെറിയ പയ്യൻ അടുത്തിരിക്കുന്ന തന്റെ സുഹൃത്തിനെ സ്പർശിക്കുന്നു, അവൻ അവിടെ സ്വർണമായി മാറുന്നു. അതുപോലെ ഗ്രാമത്തിലുള്ള ഓരോരുത്തരും മറ്റുള്ളവരെ സ്പർശിക്കാൻ തുടങ്ങുന്നു. അവരെല്ലാവരും സ്വർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയന്നു പോകുന്നു. ഇതുവഴി അവർ തങ്ങളുടെ സ്വന്തക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാത്തിനെയും അവർ സ്വർണമാക്കി മാറ്റുന്നു. അതുവരെ സ്വർണത്തെ സ്നേഹിച്ചിരുന്ന ആ ഗ്രാമം ഇപ്പോൾ സ്വർണമേ വേണ്ട എന്ന അവസ്ഥയിലായി. ഇതിൽ നിന്നും പുറത്തു വരണമെന്ന രീതിയിൽ അവർ പെടയാണ്. ഈ ഗ്രാമം വിട്ട് പുറത്തു പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ആ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴിക്കുള്ളിൽ ഒരു വഴിയുള്ളത് ഓർക്കുന്നത്. ആ വഴിയിലൂടെ പോയാൽ നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ ആ വഴിയെ ലക്ഷ്യമാക്കി ഓടുന്നു. ആ സമയത്ത് പോലും സ്വർണത്തിന്റെ ആർത്തിയിൽ മുഴുകിയിരുന്ന ആ വലിയ മനുഷ്യൻ ആ സ്വർണ്ണം എല്ലാം വെച്ചിട്ട് ഓടാൻ പറയുന്നു. ഇപ്പോൾ എല്ലാ സ്വർണവും ആ വലിയ മനുഷ്യന്റെ അടുത്ത് തന്നെ ഇട്ടിട്ട് എല്ലാവരും ഓടുന്നു. അങ്ങനെ ആ മൈനിങ് ചെയ്ത കുഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഗർഭിണിയായ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് പ്രസവവേദന വരുന്നു. ഇപ്പോൾ ആ കുഴിയുടെ ഉള്ളിലുള്ള കുട്ടികളെ രക്ഷിക്കാനായി ഹീറോയും ഹീറോയിനും വരുന്നു. അവരും നല്ല രീതിയിൽ തന്നെ രക്ഷിക്കുന്നു. ആരെയും സ്പർശിച്ചാലല്ലേ അവർക്ക് അപകടം, അതുകൊണ്ട് ആരെയും തൊടാതെ തന്നെ ഇതെല്ലാം ചെയ്യുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ ഗർഭിണിയായ സ്ത്രീ ഉണ്ടല്ലോ, അവരൊരിടത്തു നിന്നും അനങ്ങാൻ കഴിയാതെ കിടക്കുകയാണ്. മുകളിൽ നിന്നും ഒരു കല്ല് വീഴാനായി വരുന്നു. ഇപ്പോൾ ഇവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോഴാണ് ആ കൊച്ചുകുട്ടികൾ ആ സ്ത്രീയെ കണ്ടിട്ട് സ്വർണ്ണമല്ല മുഖ്യം, മനുഷ്യത്വമാണ് മുഖ്യം എന്ന് പറഞ്ഞ് ആ കൊച്ചുകുട്ടികൾ പരസ്പരം കൈകൾ പിടിച്ച് സ്പർശിക്കുന്നു. ഇപ്പോൾ അവരെല്ലാവരും ഒരു വട്ടമായി നിൽക്കുകയും അവരെല്ലാവരും സ്വർണമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ നിന്ന് വരുന്ന കല്ലിൽ നിന്ന് ഈ കൊച്ചുകുട്ടികൾ സംരക്ഷണം നൽകുന്നു. ഈ ചെറിയ കുട്ടികൾ പോലും എത്ര വലിയ ത്യാഗമാണ് ചെയ്തതെന്ന് ആ ഗ്രാമവാസികൾ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഗ്രാമവാസികളും പരസ്പരം കൈകൾ പിടിച്ച് സ്പർശിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സ്പർശിച്ച് ആ സ്ഥലത്ത് അവർ ഈ ഗർഭിണിയായ സ്ത്രീയെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഗ്രാമം മുഴുവനും മനുഷ്യത്വത്തോടെ പെരുമാറുന്നു. അതെല്ലാം ഒരു വശത്തു നിന്നും ഹീറോയും ആ മുത്തശ്ശിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗർഭിണിയായ സ്ത്രീയും കുഞ്ഞിന് ജന്മം നൽകുകയാണ്. എന്നാൽ ആ കുഞ്ഞിനെ അവർക്ക് സ്പർശിക്കാൻ കഴിയുന്നില്ല. തൊട്ടാൽ അതും സ്വർണ്ണമായി മാറുമല്ലോ എന്ന് കരുതി കരയാണ്. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ബാക്കിയുള്ള എല്ലാ ആളുകളും കുബേരനെ നോക്കി, ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ശാപം നൽകിയത്, ഞങ്ങൾ എല്ലാവരും തിരുത്തി കഴിഞ്ഞു, ഇതിനുശേഷം മരം വെച്ച് പിടിപ്പിച്ച് ഈ ഗ്രാമത്തെ സമൃദ്ധമാക്കി മാറ്റിക്കോളാന്ന് പറഞ്ഞ് കുബേരനോട് മാപ്പ് ചോദിച്ച് അവിടെ ഒരു പാട്ട് പാടുന്നു. അങ്ങനെ അത് അവസാനം ഒരു മഴയായി പെയ്യുന്നു. അങ്ങനെ അവിടെ മഴ പെയ്ത് അവിടെ സ്വർണ്ണമായിട്ടുള്ള വ്യക്തികളുടെ മേലെല്ലാം വീഴുന്നു. ഇപ്പോൾ അവരുടെ സ്വർണ്ണം ഉരുകി ആ സ്ഥലത്ത് അവർ സാധാരണ മനുഷ്യരായി മാറുന്നു. പ്രധാനമായും അതുവരെ പാട്ടാണല്ലോ പാടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവർ സാധാരണ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ ഗ്രാമം മുഴുവനും തെറ്റിദ്ധരുത്തി മരം വെച്ച് പിടിപ്പിച്ച് വളരെ സമൃദ്ധിയോടെ ജീവിക്കുന്നതായി കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. അവസാനം ഈ ഗ്രാമത്തെക്കുറിച്ച് കേട്ടറിയുന്ന വളരെ വലിയൊരു വ്യവസായി ആ ഗ്രാമത്തിലേക്ക് വരുന്നു. ഈ ഗ്രാമത്തിൽ അപകടം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതേപ്പറ്റിയൊന്നും ശ്രദ്ധിക്കാതെ ഈ ഗ്രാമത്തിൽ വന്ന ഉടനെ ഒരു ചെടി എടുത്ത് ചവിട്ടിയതും ഇപ്പോൾ അയാൾക്ക് പുതുതായി ഒരു ശാപം ലഭിക്കുന്നു. അതായത് ആ ഗ്രാമത്തിൽ ഉള്ളിടത്തോളം കാലം അയാൾ ഡാൻസ് മാത്രം കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഈ ഗ്രാമം തന്നെ വേണ്ടായേ എന്ന് പറഞ്ഞ് ആ വ്യവസായി അവിടെ നിന്നും ഓടുന്നതായി കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.